പുതിയൊരു വിശേഷ അറിയാനായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് വിഷയം എന്താണെന്ന് വെച്ചാൽ ജയറാമാണ് നമ്മുടെ വിഷയം. ജയറാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. മൂപ്പർക്ക് പെരുമ്പാവൂര് 4 ഏക്കർ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് മൂപ്പര് വലിയൊരു ഫാം നടത്തുന്നത്, പശു ഫാം. അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. മൂപ്പര് ഒരുപാട് സമയം സിനിമയില്ലാണ്ട് ഒരുപാട് സമയം ഇരുന്നുണ്ട്. ആ സമയത്തൊക്കെ മൂപ്പർക്ക് ഈ പശു ഫാമിലുള്ള പശുക്കളെ സ്നേഹിക്കലാണ് പണി. അങ്ങനെ പശുക്കളായിട്ട് ഓരോ പശുക്കളായിട്ട് മൂപ്പർക്ക് അത്ര വലിയ ഇൻറ്റിമസിയാണ്. അങ്ങനെ നല്ല നല്ല പശുക്കളാണ് ആ ഫാമിലുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പശുവായിട്ട് മൂപ്പര് കൂടുതൽ അടുത്ത് ഇടപഴകി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മൂപ്പർക്ക് ഒരു സിനിമ കിട്ടി. സിനിമ കിട്ടിയപ്പോൾ മൂപ്പര് വേഗം ആ സിനിമ സെറ്റിലേക്ക് പെരുമ്പാവൂരിൽ നിന്ന് നേരിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ മദ്രാസിലാണ് ഇവിടെ ജയറാം താമസിക്കുന്നത് എന്നിരുന്നാലും അങ്ങനെ സിനിമയ്ക്ക് ആ സെറ്റിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ മൂപ്പര് കൂടുതൽ സ്നേഹിച്ച നന്ദിനി പശു എന്ന പേര്, ആ എല്ലാ പശുവിനും പേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നന്ദിനി പശു എന്തുണ്ടായി, ജയറാം പോയോട് കൂടിയിട്ട് നന്ദിനി പശു ഭക്ഷണം കഴിക്കാണ്ടായി. അപ്പോൾ ഇവർക്ക് ജയറാം പോയ കാരണമാണോ ഭക്ഷണം കഴിക്കാത്തതെന്ന് ഇവിടെ അവിടെയുള്ള നോക്കുന്ന ആൾക്കാർക്ക് അറിയില്ല. അവർ ഭക്ഷണം കൊടുക്കും, പശു കഴിക്കില്ല. അവർ ഭക്ഷണം കൊടുക്കും, പശു കഴിക്കില്ല. വെള്ളം കുടിക്കില്ല, പുല്ല് തിന്നില്ല, യാതൊന്നുമില്ല. ഈ നോട്ടം തന്നെ അവിടേക്ക് നോക്കിയിരിക്കുക, എവിടേക്ക് നോക്കിയിരിക്കുക, ഇങ്ങനെ നോക്കി നിൽക്കുന്ന തന്നെ പശുവിൻ്റെ പണി. കുറച്ച് കഴിഞ്ഞോടുകൂടി പശു തളർന്നു, പശു വീണോട് കൂടിയിട്ട് ജയറാമിനെ വിളിച്ച് പറഞ്ഞു. ജയറാം ലൊക്കേഷനിലാണ്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ നന്ദിനി പശുവിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, നന്ദിനി പശു വീണു, ഡോക്ടറെ വിളിച്ചിട്ടുണ്ടാകും. ഡോക്ടർ മരുന്നൊക്കെ കൊടുത്തു, ഗ്ലൂക്കോസൊക്കെ കയറ്റി. ആ ഗ്ലൂക്കോസൊക്കെ കയറ്റിയപ്പോൾ ആ ഗ്ലൂക്കോസിൻ്റെ ഇതിൽ മൂപ്പരൊന്ന് ഏറ്റ് നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും വളരെയധികം ചടച്ചു, വളരെയധികം എന്തോ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ഡോക്ടർക്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ കുറേ മരുന്നുകളും വിറ്റാമിൻ ഗുളികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ ശരി, അപ്പം നിങ്ങൾ എന്തായാലും നോക്ക്, ഞാൻ 2 ദിവസം കഴിഞ്ഞ് എന്തായാലും അവിടേക്ക് എത്താം എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ജയറാമിനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ നോട്ടക്കാർ പറഞ്ഞു, ഡോക്ടർ എന്നെ നേരിട്ട് സംസാരിച്ച ജയറാമിനോട് പറഞ്ഞു, നിങ്ങളിനി ഈ പശുവിനെ നോക്കിയിട്ട് കാര്യമില്ല, ഈ പശു ചത്തു പോകുള്ളൂ. എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി, അതിൽ നിന്ന് രോഗങ്ങളൊന്നും നമ്മൾ കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിനി എത്രയും പെട്ടെന്ന് ഒന്നുമില്ലെങ്കിൽ ഈ പശുവിനെ ഇവിടുന്ന് ഈ തൊഴുത്തിൽ നിന്ന് തന്നെ, ഈ ഫാമിൽ നിന്ന് തന്നെ മാറ്റുക. അല്ലെങ്കിൽ എന്താണ് രോഗം എന്ന് അറിയാണ്ട് മറ്റ് പശുക്കൾക്കും വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളിവിടെ എത്തണം. എത്തിയിട്ട് നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തിയിട്ട് നിങ്ങൾ ഈ പശുവിനെ ഇവിടുന്ന് മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്കാർ മാറ്റുക. അപ്പോൾ പറഞ്ഞു, ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഇത്ര സ്നേഹമുള്ള കാരണമാണ് ഞാൻ നിങ്ങളോട് വിളിച്ച് പറയണത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നെ ഇവിടുന്ന് പശുവിനെ മാറ്റാൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് വിളിച്ച് പറഞ്ഞതിന് ശേഷം മതിയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പശു എന്തായാലും മരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ജയറാമിന് വലിയ വിഷമമായി. ജയറാം വന്നിട്ടുണ്ടായി ലൊക്കേഷന് ഒരു ദിവസം ബ്രേക്ക് എടുത്ത് മൂപ്പര് അപ്പം തന്നെ പ്ലെയിൻ കയറി നേരിട്ട് പെരുമ്പാവൂർ വന്നു. പെരുമ്പാവൂർ വന്നപ്പോൾ പശുവിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ നൊരിമ്പതിയൊക്കെ വരുന്നുണ്ട്, കണ്ണൊക്കെ അടച്ചു, ഇങ്ങനെ വായു വലിക്കുന്നുണ്ട്. ഈ സ്ഥിതിയിലാണ് കിടക്കുന്നത്. അങ്ങനെ ജയറാമിനത് കണ്ടപ്പോൾ ഹൃദയം അങ്ങോട്ട് പൊട്ടി. ഓടി വന്നിട്ട് പശുവിൻ്റെ അടുത്ത് വന്നിട്ട് നന്ദിനി മോളെ, നന്ദിനി കുട്ടിയെ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ചേട്ടിലാണ്ട് വിളിച്ചു. അത് വിളി കേട്ടപ്പോൾ പതുക്കെ തന്നെ കണ്ണ് തുറന്ന് പശു ഇങ്ങനെ നോക്കിയപ്പോൾ ഇനി കണ്ണിൽ ആ ഒരു പശുവിൻ്റെ കണ്ണിലത്തെ ആ ഒരു തിളക്കം അത് ജയറാമൻ കണ്ടപ്പോൾ ജയറാമോട് വീണ്ടും പൊട്ടിക്കരഞ്ഞെന്നാണ് പറയുന്നത്. ജയറാമ അത്ര വിഷമം മൂപ്പർക്ക് ഉണ്ടായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പശു പതുക്കെ മൂപ്പരെടുത്ത് വന്ന് ഇങ്ങനെ നക്കൽ തുടങ്ങി നാവുകൊണ്ട്. അപ്പോൾ ഡോക്ടർ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നാവുകൊണ്ട് നക്കൽ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പശു എണീറ്റു, പതിയൊക്കെ മാറി. അപ്പോഴേക്കും പുല്ലിട്ട് കൊടുത്തു, അങ്ങനെ ഭക്ഷണം കൊടുത്തു, അങ്ങനെ ഇതൊക്കെ കൊടുത്തു. അതൊക്കെ പശു തിന്നിട്ട് ഭയങ്കര ക്ഷീണം തന്നെയാണ്. അങ്ങനെ 2 ദിവസം ജയറാം അവിടെ അടുത്ത് നിന്നോടുകൂടി പശു പൂർവാധീനം പഴയ സ്റ്റൈലിലേക്ക് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഈ പശുവിന് ഡോക്ടർ പോലും ഞെട്ടിപ്പോയി. എന്താ ഈ പശുവിന് പറ്റിയത്? ഈ പശുവിനെ ഇപ്പോൾ കൊണ്ട് ഉപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് ഈ ഡിസ്പോസ് ചെയ്യാൻ പറഞ്ഞുള്ള പശു മരിച്ചു പോകുമെന്ന് അത്രയും വിധി എഴുതിയൊരു പശു. ജയറാം ഒന്ന് തൊട്ടു തടോടി ജയറാമിനെ നക്കി തുടച്ചു. ജയറാം കൊടുത്ത ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പശു ഏറ്റു നിന്നു. പശു അടിപൊളിയായി. അതിനെന്താ ജയറാം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു. കുറേ ദിവസം എനിക്ക് ഷൂട്ടിംഗ് ഇല്ലാണ്ടിരുന്നപ്പോൾ അത്ര അധികം ഞാൻ അവളെ സ്നേഹിച്ചു, അവൾ എന്നെ സ്നേഹിച്ചു. ഞാൻ പെട്ടെന്ന് ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവൾക്ക് എന്നെ കാണാൻ പറ്റാണ്ടായി. ഞാൻ കൊടുത്താൽ അവൾ ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഭക്ഷണം കൊടുക്കാത്ത തന്നെ അവൾ ഭക്ഷണം കഴിച്ചില്ല. വെള്ളം കൊടുക്കാൻ ഞാനില്ലാത്ത തന്നെ അവൾ വെള്ളം കുടിച്ചില്ല, തീറ്റ എടുത്തില്ല. അവൾ പട്ടിണിയായി, നിരാഹാരമായി. അങ്ങനെ അവൾ വീണു. അപ്പോൾ ജയറാം തിരിച്ചു വന്നതോട് കൂടിയിട്ട് എല്ലാ ഊർജ്ജം പശു തിരിച്ചെടുത്തു. അങ്ങനെ ജയറാം കൊടുത്ത എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചു. അപ്പോൾ മിണ്ടാപ്രാണികളുടെ ഒരു സ്നേഹം നോക്ക്. അതാണ് ജയറാം പറയുന്ന ഒരൊറ്റ കാര്യം. നമ്മളെ സ്നേഹിച്ച
നമ്മൾ ആ മൃണ്ടാപ്രാണികളെ സ്നേഹിച്ചാൽ അവർ നമുക്ക് ജീവൻ തരും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ജയറാമിൻ്റെ ഫാമിലെ നന്ദിനി പശു. ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് ജയറാമിന് കിട്ടി. അതിന് അർഹനാണ് ജയറാം എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഫാമൊന്ന് പോയി കാണണം, ആർക്ക് വേണമെങ്കിലും പോയി കാണാം. അതേപോലെ അത് ആ ഫാമിൽ ജയറാം എങ്ങനെ വീട്ടിൽ ജീവിക്കുന്നോ അത്ര സുഖസൗകര്യങ്ങളോട് കൂടിയിട്ടാണ് അവിടെ പശുക്കൾ ജീവിക്കുന്നത്. നല്ല തീറ്റ, നല്ല ഭക്ഷണം, നല്ല കാറ്റ്, വെളിച്ചം, നല്ല പാട്ട്, ടി വി വരെ വെച്ച് കൊടുത്തൊക്കെ ടി വിയിൽ സിനിമ കാണാനായിട്ട്. ഇപ്പോൾ ആ പശു ജയറാമോ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എന്തുണ്ടാവും, അവിടുത്തെ ജോലിക്കാർ വലിയ ടി വിയിൽ ജയറാമിനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ജയറാമ നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കും. അത് വാട്സപ്പിൽ ഫോട്ടോ ആയിട്ട് എടുത്തിട്ട് മൂപ്പരോട് ഭക്ഷണം കഴിക്കാൻ പറയും. അങ്ങനെയാണ് ഇപ്പോൾ ഈ പശുവിനെ മൂപ്പര് സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പശു വീണ്ടും കാണാണ്ടാകുമ്പോൾ വീണ്ടും ഇതുപോലെ ആവില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് മൃഗത്തിൻ്റെ സ്നേഹം, മിണ്ടാപ്രാണികളുടെ സ്നേഹം, അത് മിണ്ടാപ്രാണികളെല്ലാവരും സ്നേഹിക്കുക, അവരാരും ദ്രോഹിക്കാണ്ടിരിക്കുക. അവർ നമുക്കൊരു ശത്രുക്കളല്ല, അവരൊക്കെ നമ്മുടെ മിത്രങ്ങളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.